ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുനന്ദ സുഭാഷേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, സുഭാഷേട്ടൻ പറ്റിയെങ്കിൽ നടത്തി തായോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷേട്ടൻ പറയാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവരെയും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ, അവസാനമായിട്ടൊന്ന് വന്നിട്ട് ഇവിടെ കണ്ടു പോയിക്കോട്ടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അതിനെന്താ മോളെ നീ രാത്രി കൂട്ടിയിട്ട് പോയോ, എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം, അവർക്ക് സമ്മതമാവുമോ ചോദിക്കാം. അതിനിപ്പോൾ എന്താ, എനിക്ക് ആരുടെയും സമ്മതം വേണ്ട, എനിക്ക് ആ അശ്വിൻ്റെ സമ്മതം മാത്രം മതി, ഇപ്പോൾ അയാളല്ലേ എൻ്റെ ഭർത്താവ്, ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, എന്തായാലും അവർ വരുമെന്ന് പറയുന്നുണ്ട്. സുഭാഷേട്ടൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ നീ കൂട്ടിക്കൊണ്ട് വായോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുനന്ദോട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നീ സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നീ ഗൾഫുകാരനല്ലേ കല്യാണം കഴിച്ച് അവിടെ പോയിട്ട് നല്ല നാടും എല്ലാതും കണ്ടിട്ട് സന്തോഷമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ടിരിക്കുക പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുനന്ദ സുഭാഷേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷേട്ടനും വേഗം എത്രയും പെട്ടെന്ന് ഒന്ന് കല്യാണം കഴിച്ചിട്ട് ഇരിക്കുള്ളൂ എന്ന് പറയുന്നത്. സുഭാഷേട്ടൻ മനസ്സോട് പറയുന്നുണ്ട് ആയിക്കോട്ടെ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇതൊക്കെ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ നികേഷ് സുധീഷിനെയും ഹരീഷിനെയും വിളിച്ചറിയിക്കേണ്ട, അവർ വേഗം വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കേണ്ടത് എന്തിനാ അപ്പോൾ അവൾ വന്നെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാന്ന് ചോദിക്കേണ്ടേ. ഇല്ല, നമ്മൾ രാത്രി അവർക്കൊരു വിരുന്ന് കൊടുക്കാൻ പോകണം, ഏട്ടൻ എന്ത് കണ്ടിട്ടാണ് അവർക്ക് വിരുന്ന് കൊടുക്കാൻ തീരുമാനിക്കണം എന്നൊക്കെ പറയണ്ടേ. എന്തായാലും പോട്ടെ, അവൾ നല്ല കുട്ടിയാണ്, അവൾക്ക് എന്തായാലും വിരുന്ന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും വിരുന്നുള്ള എല്ലാ സദ്യവട്ടങ്ങളും എല്ലാവരും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എനിക്കില്ലാത്ത സ്നേഹം നിനക്ക് എന്തിനാടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.